ബൈബിളിൽ സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൂർണ്ണത, തികഞ്ഞ അവസ്ഥ എന്നൊക്കെയാണ്. ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ ഭൗതികമായും ആത്മീകമായും മാനസികമായും എങ്ങനെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതായിത്തീരുന്ന മഹൽ പദവിയാകുന്നു സമാധാനം. കൃപയാൽ ദൈവപൈതലായിത്തീർന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥ സമാധാനം പ്രാപിക്കുവാൻ സാധിക്കൂ. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ക്രിസ്തുവിൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചുള്ള ഭാരവും ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തിൻ്റെ കണക്ക് താൻ കൊടുക്കേണ്ടി വരുമെന്നുള്ള ബോധ്യവും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്. സുവിശേഷം അറിയിക്കുവാനും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാനും നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവഭൃത്യർക്കു വേണ്ടി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒരു ആമുഖ പഠനവും 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും ഇന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനമാണ് നാം ഇന്നു മുതൽ പഠിക്കുവാൻ പോകുന്നത്. AD 52 53 ആദ്യത്തെ ലേഖനം എഴുതിയതിൻ്റെ തൊട്ടു പിന്നാലെ ഈ 2-ാമത്തെ ലേഖനം പൗലോസ് എഴുതി. പൗലോസ് തെസ്സലോനിക്കർക്കുള്ള 2-ാമത്തെ ലേഖനം എഴുതുമ്പോഴും തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ആത്മീയമായ ശിശുക്കളായിരുന്നു. പൗലോസ് അവർക്ക് എഴുതിയ 1-ാമത്തെ കത്ത് അവരിൽ കൂടുതൽ സംശയമുണ്ടാക്കി. അതിൻ്റെ 2-ാമത്തെ ലേഖനത്തിലൂടെ പൗലോസ് ആ സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. പൗലോസിൽ നിന്നും വന്നത് എന്ന് തോന്നിക്കുമാറുള്ള ഒരു ലേഖനമോ റിപ്പോർട്ടോ തെസ്സലോനിക്ക സഭയിൽ പരസ്യം ചെയ്യുകയുണ്ടായത് അവിടുത്തെ വിശ്വാസികളെ അസ്വസ്ഥരാക്കുവാൻ മതിയായതായിരുന്നു. ഈ തെറ്റായ റിപ്പോർട്ടിലെ അല്ലെങ്കിൽ ഈ തെറ്റായ ലേഖനത്തിലെ ഉള്ളടക്കം എന്തായിരുന്നെന്നാൽ ക്രിസ്തു അതിനോടകം വന്ന് തൻ്റെ സഭയെ തന്നോടൊപ്പം ചേർത്ത് പോയി എന്നും പിന്നെ അവിടെ ശേഷിച്ചിരുന്നതായ ആളുകൾ മാത്രമല്ല ലോകം യഹോവയുടെ ദിവസത്തിൻ്റെ ന്യായവിധിയിലാണ് ജീവിക്കുന്നതെന്നുമായിരുന്നു ഈ തെറ്റായ ലേഖനം എഴുതി അയച്ചത്. ആദ്യത്തെ ലേഖനത്തിൽ നാം കണ്ടതുപോലെ ഈ വിശ്വാസികൾ പീഡനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ വിശ്വാസത്തിനു വേണ്ടി അവർ വളരെയേറെ കഷ്ടങ്ങൾ സഹിക്കുന്നുണ്ടായിരുന്നു. അവർ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തങ്ങൾ മഹോപദ്രവകാലത്ത് പ്രവേശിച്ചു എന്ന് വിശ്വസിക്കുവാൻ അവർക്ക് കൂടുതൽ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ സകല വിശ്വാസികളും, അതെ, മരിച്ച് മൺമറഞ്ഞ ഓരോരുത്തരും ഉൾപ്പെടെ എല്ലാവരും സഭ മധ്യാകാശത്തിൽ ചേർക്കപ്പെട്ടപ്പോൾ എടുക്കപ്പെട്ടില്ല എന്ന ഒരു ലേഖനം, ഒരു റിപ്പോർട്ട് അവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായി. ഈ 2-ാമത്തെ ലേഖനം എഴുതുന്നതിലൂടെ പൗലോസ് അവരുടെ ഭീതിക്ക് മറുപടി നൽകുവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒത്തുചേരൽ തീർച്ചയായും നടക്കുവാനിരിക്കുന്നതേ ഉള്ളൂ എന്നും കർത്താവിൻ്റെ നാൾ വരുന്നതിനു മുമ്പ് ഏതാനും കാര്യങ്ങൾ അത്യാവശ്യമായും സംഭവിക്കേണ്ടതുണ്ട് എന്നും പൗലോസ് വ്യക്തമാക്കുന്നു. വിശ്വാസത്യാഗവും അധർമ്മമൂർത്തിയുടെ വെളിപ്പെടലും ആദ്യം സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് തങ്ങൾ മഹോപദ്രവകാലത്തിലല്ല എന്ന് അവർക്ക് യുക്തിപരമായി തന്നെ വിശ്വസിക്കാവുന്നതാണ് എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് പറയുന്നത് ഇന്ന് കാണുന്ന ഈ സഭ എന്ന സംഘടന തികച്ചും വിശ്വാസത്യാഗത്തിലേക്ക് പോകുന്നു എന്നത്രേ. ഇപ്പോൾ തന്നെ അത് വ്യക്തമാണല്ലോ. സംഘടിത സഭ വലിയ വിശ്വാസത്യാഗത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. ഞാൻ സംഘടിത സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയുടെ പേരും സഭയുടെ പല ലക്ഷണങ്ങളുമുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ സഭയല്ലാത്തൊരു സംഘടന. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവ് ചോദിച്ചത്, എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നത്രേ. ഈ ചോദ്യത്തിൻ്റെ വിധം കണ്ടിട്ട്
നിഷേധാത്മകമായ ഒരു മറുപടിയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്, ഇല്ലേ? ഇല്ല എന്ന് തന്നെ ഉള്ള ഒരു മറുപടി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടുന്ന് വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുകയില്ല എന്ന മറുപടി. സംഘടിത സഭ തീർത്തും വിശ്വാസത്യാഗത്തിലായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഇത് ഉറപ്പാക്കി പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു പുറന്തോട് മാത്രമായ സംഘടന മാത്രം, അതെ, ഭക്തിയുടെ വേഷമുണ്ടെങ്കിലും അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു കോലം, അതെ, സംഘടനയാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വേശ്യ. തിരുവചനത്തിൽ നാം കാണുന്നത് പോലെ തന്നെ ഭയാനകമായ ഒരു ചിത്രമാണിത്. ഈ സമയമായപ്പോഴേക്കും തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ചിന്തിച്ചത് തങ്ങൾ മഹോപദ്രവകാലത്തിൽ പ്രവേശിച്ചു എന്നത്രേ. അന്ന് മുതൽ പീഡനങ്ങളിലൂടെ കടന്നുപോയവർ ചിന്തിച്ചത് തങ്ങൾ മഹാപീഡനകാലത്തിലാണ് ജീവിക്കുന്നത് എന്നത്രേ. ഇതുപോലെ പല കാലയളവിലും വിശ്വാസികൾ ചിന്തിച്ചിട്ടുണ്ട്. 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടനിലെ യാഥാസ്ഥിതികരായ പല ഭരണകർത്താക്കളും കരുതിയത് തങ്ങൾ മഹാപീഡനകാലത്തിൽ പ്രവേശിച്ചു എന്നത്രേ. സഭ ആ കാലയളവിലൂടെ കടന്നു പോകുവാൻ ആരംഭിച്ചു എന്നത്രേ അവർ ചിന്തിച്ചത്. എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, മഹാപീഡനകാലം അല്ലെങ്കിൽ മഹോപദ്രവകാലം ഇതുപോലെയാകുന്നു എങ്കിൽ അതിലൂടെ കടന്നു പോകുവാൻ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ കാലം അതിഭയങ്കരമായിരിക്കും, ഭയാനകമായിരിക്കും. ആർക്കും സഹിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒന്നായിരിക്കില്ല. അത് മഹാപീഡനം തന്നെ ആയിരിക്കും. 2-ാം ലോകമഹായുദ്ധകാലത്തെ അതുപോലെ ഏതൊരു കാലത്തോ ഉണ്ടായിട്ടുള്ളതിനേക്കാൾ ഭയാനകമായിരിക്കും മഹോപദ്രവം എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഈ കാലയളവിനെ ക്രിസ്തു വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവ്യക്തത കാണുന്നതിനെ എല്ലാം ഈ പറഞ്ഞ കാലമായി ചിത്രീകരിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് തന്നെ ശ്രദ്ധിച്ച്, ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമൊന്നുണ്ടാകും. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നും ഇനിമേൽ അങ്ങനെ ഉണ്ടാകുകയില്ല എന്നും കർത്താവ് വ്യക്തമാക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ വരുന്ന മധ്യാകാശത്തിലെ വരവിനെ ഊന്നിപ്പറയുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ കർത്താവ് തൻ്റെ സഭയുമായി ഭൂമിയിലേക്ക് വരുന്ന 2ാമത്തെ വരവിനെയാണ് ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ 2ാം ഘട്ടം ന്യായവിധിക്കായും ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ഇതിനെ വെളിപ്പാട് എന്നാണ് വിളിച്ചിരിക്കുന്നത്. തൻ്റെ സഭയെ ചേർക്കുവാൻ ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ അവൻ ഭൂമിയിലേക്ക് വരുന്നതിനെ അല്ല ഊന്നിപ്പറഞ്ഞിരിക്കുന്നത്. കാരണം അവൻ അപ്പോൾ ഭൂമിയിലേക്ക് വരുന്നതല്ല. നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന കാര്യം അവൻ വ്യക്തമാക്കുന്നു. അതെ, ക്രിസ്തുവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നിരുന്നാലും ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത അവൻ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഈ 2 സംഭവങ്ങളുടെ ഇടയിലുള്ള സമയമാണ് മഹോപദ്രവകാലം അല്ലെങ്കിൽ മഹാപീഡനകാലം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നാം കണ്ടതുപോലെ തൻ്റെ സഭയെ ചേർക്കുവാൻ ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത് പഴയ നിയമത്തിലെ ഒരു വിഷയമല്ല. ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു പഠിപ്പീര് പഴയ നിയമത്തിൽ എങ്ങും കാണുന്നില്ല. തങ്ങളുടെ മശിഹ ഈ ഭൂമിയിലേക്ക് വന്നൊരു രാജ്യം സ്ഥാപിക്കുന്നതായിരുന്നു പഴയ നിയമ വിശുദ്ധന്മാർ നോക്കി പാർത്തിരുന്നത്. അതായിരുന്നു അവരുടെ പ്രതീക്ഷ, അതായിരുന്നു അവരുടെ പ്രത്യാശ. അത് ഭൂമിയിലുള്ള സ്വർഗമായി അവർ കരുതിയിരുന്നു. സ്വർഗരാജ്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയിൽ സ്വർഗത്തിൻ്റെ ഭരണം എന്നത്രേ. അതിൽ ലളിതമായി അത് പറയുവാൻ എനിക്കറിയില്ല. ഇന്ന് അനേകരും ഇതിനെ ആകെ കുഴച്ച് മറിച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ യേശു സംസാരിച്ച സ്വർഗരാജ്യം സ്വർഗത്തിൻ്റെ ഭരണം ഭൂമിയിൽ എന്ന അർത്ഥത്തിലാണ്. കാരണം ഈ ഭൂമി അവൻ ഇവിടെ വന്ന് ഭരണം നടത്തുമ്പോൾ ഒരു സ്വർഗമാകുവാൻ പോകുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ വെറും 3 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. 1-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തു വിശ്വാസികൾക്ക് ഇപ്പോഴുള്ള പീഡനവും ഇതിനപ്പുറം അവിശ്വാസികൾക്കുണ്ടാകുവാൻ പോകുന്ന ന്യായവിധിയുമാണ് വിഷയം. 2-ാം അധ്യായത്തിൽ
ക്രിസ്തുവിൻ്റെ വരവുമായുള്ള ബന്ധത്തിൽ ലോകത്തിൻ്റെ പരിപാടിയാണ് വിഷയം. 3-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രാവർത്തികമായ വശമാണ് നാം കാണുന്നത്. നമുക്കിനിയും 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാം. ആദ്യത്തെ വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പൗലോസും സിലനാസും തിമത്യോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. തൻ്റെ മറ്റ് ലേഖനങ്ങളിൽ കാണുന്നത് പോലെ ആത്മീയമായും ദൈവശാസ്ത്രപരമായും ഉപദേശപരമായും സന്തുലിതവും സൗഹാർദ്ദപൂർവമായ ഒരു അഭിവാദ്യത്തോടെയാണ് പൗലോസ് ഈ ലേഖനവും ആരംഭിക്കുന്നത്. സില്വനാസിൻ്റെയും തിമത്യോസിൻ്റെയും അഭിവാദനം കൂടി പൗലോസ് ഇവിടെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇവർ മൂവരും സുവിശേഷത്തിന് വേണ്ടി വളരെയേറെ കഷ്ടം സഹിച്ചവരാണ്. പൗലോസും ശീലാസും ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ ഒന്നിച്ചായിരുന്നു. പൗലോസും ശീലാസും തിമത്യോസും ഒന്നിച്ചായിരുന്നു തെസ്സലോനിക്കയിലേക്ക് പോയത്. എന്നാൽ പിന്നീട് പൗലോസിന് അവിടെ നിന്നും തനിയെ ഓടിപ്പോരേണ്ടതായി വന്നു. സഹോദരന്മാരെ തെസ്സലോനിക്കയിൽ വിട്ടിട്ട് പൗലോസ് തനിയെ ഓടിപ്പോരുന്നു. അവർക്ക് വേണ്ടി പൗലോസ് അഥേനയിൽ കാത്തിരുന്നു. അവർ വരുവാൻ താമസിച്ചപ്പോൾ അവൻ കൊരിന്തിലേക്ക് പോയി. അവിടെയാണ് അവർ ഒടുവിൽ കണ്ടുമുട്ടിയത്. ആ സമയത്താണ് പൗലോസ് തെസ്സലോനിക്കർക്കുള്ള ആദ്യത്തെ ലേഖനം എഴുതിയത്. അവൻ അവിടെ നിന്ന് പോയതിന് ശേഷം അവർക്കുണ്ടായ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ആദ്യത്തെ ലേഖനത്തിലെ വിഷയം. പൗലോസ് തൻ്റെ 2ാമത്തെ ലേഖനം എഴുതുമ്പോൾ തന്നോടുകൂടെയുള്ള തൻ്റെ സഹോദരങ്ങളായ 2 സഹപ്രവർത്തകരെ പൗലോസ് പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ പൗലോസ് അവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ വ്യക്തികൾ അറിയപ്പെടാത്തവരായി ശേഷിച്ചേനെ. ഇത് പൗലോസിൻ്റെ സ്വഭാവത്തിലെ ചില സവിശേഷതകൾ കാണിക്കുന്നതാണ്. അഹങ്കാരിയായിരുന്ന ഒരു പരീശനിത സൗമ്യനായ താഴ്മ നിറഞ്ഞവനായ ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദാസനെന്നും അപ്പോസ്തലനെന്നും അവൻ സ്വയം പരിചയപ്പെടുത്തുന്നു. അതെ, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ ആകുന്നു വാസ്തവത്തിൽ യഥാർത്ഥ താഴ്മയും വിനയവും പ്രകടമാകുന്നത്. യേശുവിൻ്റെ ഒരു ശിഷ്യൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാകുന്നു ഈ താഴ്മ. തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത് എന്ന് പറയുന്നു. അത് തെസ്സലോനിക്കയിലെ പ്രാദേശിക സഭയായിരുന്നു. പൗലോസ് പ്രാദേശിക സഭകളിൽ വിശ്വസിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ സഭ എന്നും ഈ പറഞ്ഞതുപോലെ ആയിരിക്കണമെന്നായിരുന്നു ക്രിസ്തുവിൻ്റെ മനസ്സിൽ. എന്നാൽ രാഷ്ട്രങ്ങളെയും ലോകത്തെ മുഴുവനെയും കീഴടക്കി ഭരിക്കുവാനുള്ള മനുഷ്യൻ്റെ അത്യാഗ്രഹം സഭയിലും കയറിക്കൂടി. സഭയെ ഒരു സാമ്രാജ്യമാക്കി അതിൻ്റെ ചക്രവർത്തിമാരായി വാഴുവാനാണ് എല്ലാവരുടെയും ആഗ്രഹം. ബാബേൽ ഗോപുരത്തെങ്കിൽ ആരംഭിച്ച ആ പേരുണ്ടാക്കൽ ഇന്നും സഭകളിൽ തുടരുന്നു. ഫലമോ ക്രിസ്തു തൻ്റെ സഭയെക്കുറിച്ച് ഉദ്ദേശിച്ചതിൽ നിന്നും വളരെ വളരെ വ്യതിചലിച്ചു പോയിരിക്കുന്നു ഇന്നത്തെ സഭ. തെസ്സലോനിക്കയിലെ ആ സഭ പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള സഭയായിരുന്നു. പൗലോസ് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പേര് ഇവിടെ ഉപയോഗിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് തെസ്സലോനിക്കയിലെ വിശ്വാസികളിൽ അധിവസിക്കുന്നുണ്ടായിരുന്നു എന്ന കാരണത്താലാകാം. അവരിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ജീവിതം അവരിലൂടെ വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ ഉന്നതമായ വിളിക്ക് യോഗ്യമായി നടക്കുവാൻ അവരെ ശക്തരാക്കുകയും ചെയ്തു എന്ന് നാം കാണുന്നു. അവരുടെ സ്ഥാനം പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമായിരുന്നു. ഇതിൻ്റെ അർത്ഥം പൗലോസ് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നത്രേ. കർത്താവായ യേശുക്രിസ്തു പുത്രനായ ദൈവമാകുന്നു എന്ന് പൗലോസിൻ്റെ മനസ്സിൽ യാതൊരു സംശയമില്ലായിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുവാൻ ആർക്കും സാധ്യമല്ല. അവയെ എനിക്ക് തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവൻ. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ 2 കരങ്ങൾ നാം കാണുന്നുണ്ട്. അത് കർത്താവായ യേശുവിനും പിതാവായ ദൈവത്തിനും ഉള്ളതാണ്. ഇപ്പോൾ സഭയുടെ സ്ഥാനം എവിടെയാകുന്നു തെസ്സലോനിക്ക സഭ
അവിടെയായിരുന്നു. സുഹൃത്തെ, താങ്കളുടെ സഭ ഈ പറഞ്ഞ സ്ഥാനത്താകുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അല്ലെങ്കിൽ ആകെ കുഴപ്പമാണ്, മറക്കരുത്. പ്രധാന കാര്യം താങ്കളുടെ സഭയുടെ പേരല്ല. പ്രധാനപ്പെട്ട കാര്യം താങ്കളും മറ്റ് സത്യവിശ്വാസികളും ക്രിസ്തുവിലാകുന്നു എന്നുള്ളതത്രേ. അവിടെയാണ് ആയിരിക്കേണ്ടത്, ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്. അതാണ് പ്രാദേശിക സഭ വളരെ പ്രധാനപ്പെട്ടതാക്കുന്നത്. ഓരോ യഥാർത്ഥ വിശ്വാസിയിലും പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു. അവിടുത്തെ ശക്തിയാൽ അവർക്ക് ക്രിസ്തുവിനെ തങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത്, അതിപ്പം അയൽപക്കത്തായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, പട്ടണത്തിലായിക്കൊള്ളട്ടെ, സംസ്ഥാനത്തായിക്കൊള്ളട്ടെ, രാജ്യത്തായിക്കൊള്ളട്ടെ, ലോകമൊട്ടാകെ ദൈവിക ജീവൻ പ്രകടമാക്കാവുന്നതാണ്. അതത്രേ പൗലോസ് തൻ്റെ മുഖവുരയിൽ തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പറയുന്നത്. ഇനിയും 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സുവിശേഷത്തിലെ അതിപ്രധാന വാക്കുകളിൽ 2 കൃപയും സമാധാനവും. കൃപ ആദ്യം വരുന്നു. താങ്കൾ ദൈവകൃപ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നഷ്ടപ്പെട്ട ഒരു പാപിയായി യാതൊന്നും കൊണ്ടുവരാതെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വന്ന് അവനിൽ നിന്നും സകലവും പ്രാപിക്കുന്ന ആ അവസ്ഥ, അപ്പോഴാണ് താങ്കൾ ദൈവകൃപ അനുഭവിക്കുന്നത്. അവിടുന്ന് താങ്കൾക്ക് രക്ഷ വാഗ്ദാനം ചെയ്യും. ദൈവത്തിൻ്റെ ദാനം നിത്യജീവനാണ്. ഒരു ദാനത്തിനായി നമുക്കാർക്കും പ്രവർത്തിക്കാൻ സാധിക്കുമോ? അഥവാ അങ്ങനെ അധ്വാനിച്ച് കിട്ടിയതാകുന്നുവെങ്കിൽ അത് ഒരിക്കലും ദാനമായിരിക്കില്ല. താങ്കൾ പരിശ്രമം കൊണ്ട് സമ്പാദിച്ചതാകും, ദാനമല്ല, അതൊരു കൂലിയാകും. താങ്കൾ ഒരു നല്ല കുഞ്ഞായതിനാൽ താങ്കളെ അഭിനന്ദിച്ചുകൊണ്ട് ദൈവം താങ്കളുടെ പുറത്ത് തടവി നഷ്ടപ്പെട്ട നാശത്തിലേക്ക് മാത്രം പോകുന്ന ഒരു പാപിയാകുന്ന താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതിനാൽ ദൈവം നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നതാണ് രക്ഷ. അതത്ര ദൈവകൃപ. ദൈവകൃപ പ്രാപിക്കുകയാണ് ഏതൊരു മനുഷ്യനും ആദ്യം ചെയ്യേണ്ടത്. ഇനിയും സമാധാനം. താങ്കൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ സമാധാനം താങ്കൾക്ക് മനസ്സിലാകും. സംഘർഷപൂരിതമായ അസ്വസ്ഥമായ ഈ ലോകത്തിലെ രാത്രികളിൽ താങ്കൾക്ക് വിശ്രമിക്കുവാൻ സഹായകമായ ഏറ്റവും മൃദുലമായ തലവിണയാണ് സമാധാനം. താങ്കളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമ്പോൾ അനുഭവിക്കുവാൻ സാധിക്കുന്ന സമാധാനമാണിത്. ഈ പറയുന്ന സമാധാനം ഏതെങ്കിലും വിധത്തിലുള്ള മനഃശാസ്ത്ര ചികിത്സയിലൂടെ ലഭിക്കുന്നതല്ല, പിന്നെയോ അലൗകികമായ ഒരു ഉറവിടമാകുന്നു അതിനുള്ളത്. അതെ, നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും. ഇത് സൂപ്പർ നാച്ചുറലാണ്, അലൗകികമാകുന്നു, സകല ബുദ്ധിയെയും കവിയുന്നതാണ്. ലോകത്തിൽ യാതൊരു മനുഷ്യനും വിശദീകരിക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള സമാധാനം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇതുവരെ ആ സമാധാനം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് വ്യക്തിപരമായി സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് പ്രാപിക്കാവുന്നതാണ്. നിങ്ങളെ അതിൽ നിന്നും മാറ്റി നിർത്തുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. കാരണം അത് ദൈവത്തിൻ്റെ ദാനമാണ്. ക്രിസ്തുവിങ്കിലേക്ക് തിരിയുന്ന പാപികൾക്കുള്ള ദൈവത്തിൻ്റെ സമ്മാനമാണത്. എത്ര മനോഹരമാണല്ലേ! കൃപ എന്നത് രക്ഷയുടെ ഉറവിടമാകുന്നു, എന്നാൽ സമാധാനം എന്നത് രക്ഷയുടെ സ്വഭാവമാകുന്നു. ലോകത്തിൽ നാം ഇന്ന് കേൾക്കുന്ന സമാധാനം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിലല്ല. ദൈവവചനത്തിൽ സമാധാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൂർണ്ണത, തികഞ്ഞവസ്ഥ. ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ ഭൗതികമായും ആത്മികമായും മാനസികമായും എങ്ങനെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതായിത്തീരുന്ന മഹൽ പദവിയാകുന്നു. കൃപയാൽ ദൈവ പൈതലായിത്തീർന്ന ഒരാൾക്ക് മാത്രമേ സമാധാനം പ്രാപിക്കുവാൻ സാധിക്കൂ. ലോകം തരുന്നു എന്ന് പറയുന്ന സമാധാനം താൽക്കാലികമായ ഒരു സന്തോഷം മാത്രമാണ്, താൽക്കാലികമായ സന്തോഷം. എന്നാൽ ഇവിടെ ക്രിസ്തു വാഗ്ദാനം ചെയ്യുന്നത്, പൗലോസ് വിശദീകരിക്കുന്നത്, ലോകം തരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഉന്നതമായ ഒരു സമാധാനമാണ്.
3-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും ആളാമ്പ്രതി നിങ്ങൾക്കെല്ലാവർക്കും അന്യോന്യ സ്നേഹം പെരുകിയും വരികയാൽ ഞങ്ങൾ യോഗ്യമാകും വണ്ണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്യുവാൻ കടംപെട്ടിരിക്കുന്നു. ഇവിടെ പൗലോസ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. അടുത്ത വാക്യത്തിൽ പൗലോസ് സഹിഷ്ണുതയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ 3-4 വാക്യങ്ങളിൽ ആ ചെറിയ തൃത്വം പൗലോസ് ഉപയോഗിക്കുന്നത് നാം വീണ്ടും കാണുന്നു. വിശ്വാസം, സ്നേഹം, സഹിഷ്ണുത. ഈ 3 വാക്കുകൾ വേർപെട്ട് നിൽക്കുന്നവയാണ്. നാം അവയെ പ്രാവർത്തിക ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. അവ നമ്മോടൊപ്പം നടക്കുവാൻ നാം ചെയ്യേണ്ടത് ചെയ്യണം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പൗലോസ് സൂചിപ്പിച്ച വിശ്വാസത്തിൻ്റെ വേലയാണ് വീണ്ടും ഇവിടെ കാണുന്നത്. രക്ഷിക്കുന്ന വിശ്വാസം വേല ചെയ്യുന്നതാണ്, പ്രവർത്തിക്കുന്നതാണ്. രക്ഷിക്കുന്ന വിശ്വാസം ഹൃദയത്തിൽ ദൈവമക്കളോടുള്ള ഒരു സ്നേഹമുണ്ടാക്കുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു ദൈവപൈതലാകുന്നു എങ്കിൽ താങ്കൾ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നെ സ്നേഹിച്ചേ മതിയാകൂ. മനസ്സിലായല്ലോ? ഞാനും താങ്കളെ സ്നേഹിച്ചേ മതിയാകൂ. ഇതൊരു മനോഹരമായ ക്രമീകരണമാകുന്നു. ആരിലെയെങ്കിലും എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവരെ സ്നേഹിക്കുന്നത് മാനുഷികമാണ്. എന്നാൽ ഒരാളിൽ സ്നേഹിക്കുവാൻ കഴിയുന്ന യാതൊന്നും പുറമേ കണ്ടില്ലെങ്കിൽ പോലും ആ വ്യക്തി ഒരു ദൈവ പൈതലാകുന്നു എന്നൊരൊറ്റ കാരണത്താൽ സ്നേഹിക്കുവാൻ തീരുമാനിക്കുന്നത് ദൈവികമാണ്. ദൈവസ്നേഹം ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമേ അത് സാധിക്കൂ. സ്നേഹത്തോടും വിശ്വാസത്തോടും ചേർത്ത് പൗലോസ് ഉപയോഗിക്കുന്ന 3-ാമത്തെ പദം അടുത്ത വാക്യത്തിൽ നാം കാണുന്നു. അത് സഹിഷ്ണുത എന്നതാണ്. ഈ സഹിഷ്ണുത ബസ് കാത്തു നിൽക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു സ്വഭാവമല്ല കേട്ടോ. ക്യൂയിൽ നിൽക്കുമ്പോൾ മുമ്പിൽ ചെന്ന് സാധനം വാങ്ങാൻ ധൃതി പിടിക്കാതിരിക്കുന്നതുമല്ല സഹിഷ്ണുത. നാം പലപ്പോഴും ഈ വിധത്തിലുള്ള വലിയ ആശയങ്ങളെ ചുരുക്കി കൊണ്ടുവരാറുണ്ട്, ഇടുക്കിക്കളയാറുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നറിഞ്ഞ് ദൈവത്തിനായി ജീവിക്കുവാനും താങ്കളുടെ വഴിയിൽ അവൻ എന്തയച്ചാലും അത് അംഗീകരിക്കുവാനുമുള്ള മനസ്സ് എന്ന സഹിഷ്ണുതയാണ്. മനസ്സിലായല്ലോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം വരും എന്ന ലക്ഷ്യമുള്ള ഒരു സഹിഷ്ണുതയാകുന്നു ഈ പറഞ്ഞത്. താങ്കളുടെ ജീവിതത്തിൽ വരുന്ന പരിപരുത്ത ഏതൊരവസ്ഥയെയും അതിജീവിക്കുവാൻ ഇത് താങ്കളെ ശക്തീകരിക്കുന്നു. നമ്മിൽ പലരും ഇന്ന് കുണ്ടും കുഴിയുമുള്ള തകർന്നു കിടക്കുന്ന റോഡിലൂടെയാണ് ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. ഇനിയും എത്ര ദൂരം ഇങ്ങനെ എന്ന് ചിന്തിച്ച് പലരും പതറി നിൽക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ അധിക ദൂരം പോകേണ്ടതില്ല സുഹൃത്തേ. ഒരിക്കൽ ഞാനും എൻ്റെ ചില സ്നേഹിതരും കൂടി മുണ്ടക്കയത്തൊരു മീറ്റിങ്ങിന് ജീപ്പിൽ യാത്ര തിരിച്ചു. ഞങ്ങൾ എരുമേലിയിൽ ചെന്നപ്പോൾ ആരോ ഒരു എളുപ്പ വഴി പറഞ്ഞു തന്നു. എളുപ്പ വഴിയാണല്ലോ, അങ്ങോട്ട് വിട്ടു. കുറേ ചെന്നപ്പോഴല്ലേ അതിന് റോഡെന്ന് പേര് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. ഒരു കല്ലിൽ നിന്നും വേറൊരു കല്ലിലേക്ക് തെറിച്ച് ജീപ്പ് പോകുന്നു. ഇത് കുറേ നാൾ മുമ്പ് നടന്നതാണ് കേട്ടോ. ഇപ്പോഴത്തെ റോഡ് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ഒരു 15 മിനിറ്റ് യാത്ര കഴിഞ്ഞപ്പോൾ ഒരു 10-30 കിലോമീറ്റർ യാത്ര ചെയ്തതുപോലുള്ള ക്ഷീണം തോന്നി. ആ വഴി പോയല്ലോ എന്ന് തോന്നി. ഒടുവിൽ ഒരാളോട് ചോദിച്ചു, ഇനിയും എത്ര ദൂരമുണ്ട് ഈ വഴി ഇങ്ങനെ? അയാൾ പറഞ്ഞു, നല്ല വഴിയിലേക്ക് കൂടിയാൽ 1 കിലോമീറ്റർ കാണുമെന്ന്. അത് കേട്ടപ്പോൾ മുതൽ വഴി നല്ലതായി വരുന്നത് പോലൊരു തോന്നൽ. ടാറിട്ട നിരപ്പായ വഴിയിലെത്തുവാൻ അധികം ദൂരമില്ലല്ലോ എന്ന ചിന്ത കുണ്ടും കുഴിയുമുള്ള വഴിയെ തന്നെ നല്ലതുപോലെ തോന്നിച്ചു. ഈ കഷ്ടം ഇപ്പോൾ തീരുമല്ലോ എന്ന പ്രതീക്ഷ. നമ്മിൽ അനേകരും തകർന്ന റോഡിലൂടെ മുമ്പോട്ട് നീങ്ങുന്നവരാണ്. പാത പരിവരുത്തതാണ്. കഷ്ടം സഹിക്കുവാൻ നാം വിളിക്കപ്പെട്ടുമിരിക്കുന്നു. എന്നാൽ ഭാവിയെക്കുറിച്ച് താങ്കൾക്കൊരു നല്ല വീക്ഷണമുണ്ടെങ്കിൽ അത് താങ്കൾക്ക് പ്രത്യാശയുടെ സ്ഥിരത നൽകും. ഇതോർത്തോണം. മനസ്സിലായല്ലോ? വരുവാൻ പോകുന്ന മിനുസമുള്ള നേരെയുള്ള പാത താങ്കൾ ചിന്തിക്കുന്നതിനേക്കാൾ അടുത്തായിരിക്കും. അത് കഷ്ടം സഹിച്ച് താങ്കൾ മടുത്തിരിക്കും.
സകലരെയും വെറുക്കുന്നുണ്ടാകും. ഇങ്ങനെ എത്ര നാളെന്ന് ചോദിക്കുന്നുണ്ടാകും. എന്നാൽ സുഹൃത്തെ, നല്ല റോഡിലേക്ക് അവിടുന്ന് താങ്കളെ കൊണ്ടുചെന്നാക്കും. അതെ, അത് താങ്കൾ ചിന്തിക്കുന്നതിനേക്കാൾ എളുപ്പത്തിലാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് താങ്കളെ നടത്തുവാൻ ദൈവം മതിയായവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പരുപരുത്ത റോഡിലൂടെ പോയി മടുത്ത് ഇനിയും ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ട് കഴിയുകയാണോ? എങ്കിലിതാ പ്രത്യാശയുടെ ദൂത്. അവിടുന്ന് താങ്കളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. മിനുസമുള്ള കുണ്ടും കുഴിയുമില്ലാത്ത അതിമനോഹരമായ പ്രതലത്തിലേക്ക് താങ്കളെ അവൻ കൊണ്ടുചെന്നാക്കുന്ന ഒരു ദിവസം ആസന്നമായിരിക്കുന്നു. അവൻ്റെ വരവ് ആസന്നമാണ്. ആ വലിയ പ്രത്യാശയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാദേശിക സഭയുടെ ആത്മീയ വളർച്ച പ്രാഥമികമായും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് ആ സഭയിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലായിരിക്കും. അന്യോന്യമുള്ള സ്നേഹബന്ധത്തിൽ അത് പ്രകടമാകുന്നത് നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിച്ചത് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന്, ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് എന്നാകുന്നു. അതെ, ഇത് ദൈവസഭയുടെ മാത്രം പ്രത്യേകതയാകുന്നു.